അപ്പോൾ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഒറിജിനൽ കഥയായിട്ടുള്ള മഹാനദിയിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രഡിക്ഷനാണിത്. നിവിന്റെയും രാഗിണിയുടെയും കല്യാണ നിശ്ചയം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നിവിന്റെ അച്ഛനും അമ്മയും ജയപാലനും എല്ലാവരും കൂടി ചേർന്ന് 4 സൈഡിൽ നിന്നും വളഞ്ഞു നിന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ട്. അപ്പൊ ഇഷ്ടമല്ല, പറ്റില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പറയും, എക്സ്പ്രസ് ചെയ്യും, എല്ലാം ചെയ്തു, എന്നിട്ടും ആരും കേൾക്കുന്നില്ല. കല്യാണം നടത്തും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പൊ നിവിന് വേറെ വഴിയില്ലാതായതുകൊണ്ട് നിവിൻ അവസാനം വേറൊരു തീരുമാനം എടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ നിവിൻ ഇടയ്ക്കിടയ്ക്ക് കാവേരിയുടെ വീട്ടിലേക്ക് പോകുന്നതും അവരുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതും കാവേരിയെ ഹെൽപ്പ് ചെയ്യുന്നതും ഇതെല്ലാം നിവിൻ്റെ അമ്മ രാജേശ്വരിയുടെ കണ്ണിപ്പെടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തടയാനായിട്ട് ഈ രാജേശ്വരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ റിസോർട്ടിൽ ഇവരുടെ ഒരു മാനേജർ ഉണ്ടല്ലോ, അയാളോട് പറഞ്ഞു വെക്കുകയാണ്, ഇനി നിവിനും രാഗിണിയുമായിട്ടുള്ള കല്യാണം കഴിയുന്നത് വരെ നിവിൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകരുത്, അവനെ നീയാണ് നോക്കേണ്ടത്, എപ്പോഴും അവൻ്റെ മേലെ ഒരു കണ്ണ് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ മാനേജറെ ഏൽപ്പിക്കുകയാണ്. കൂടെ അമ്മയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം വീട് വിട്ട് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ നിവിൻ അവസാനം ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഈ നാട് വിട്ട് തന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക, അതായത് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവുക. അതല്ലാതെ ഈ കാര്യത്തിൽ മറ്റൊരു വഴിയുമില്ല, ഈ കല്യാണം മുടക്കാനും ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിവിൻ നാട് വിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാവേരിയെ വിളിക്കുന്നുണ്ട് കേട്ടോ, കൂടെ വരണം എന്ന് പറഞ്ഞ്. അതായത് ഒറിജിനൽ കഥയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായതുകൊണ്ട് നിവിൻ കാവേരിയെ വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവുക, അതേ ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ വിളിക്കാൻ പോകുന്നുണ്ടോ ഇല്ലേന്നറിയില്ല. അപ്പോഴേക്കും നിവിൻ കാവേരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, എനിക്ക് കാവേരിയെ മാത്രമാണ് ഇഷ്ടം, രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിച്ചിട്ടേ ഇല്ല, പക്ഷെ എൻ്റെ സമ്മതമൊന്നും കണക്കാക്കാതെ ജയപാലൻ അങ്കിളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നാണ് കല്യാണം നിശ്ചയിച്ചത്, അല്ലാതെ എൻ്റെ ഒരു ഇഷ്ടവും ഈ കാര്യത്തിൽ ഇല്ല കാവേരി എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി കാവേരിയെ എൻ്റെ കൂടെ വരുമോ എന്ന് ഇങ്ങനെ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വിളിക്കോ ഇല്ലേന്ന് അറിയില്ല. എന്തായാലും ഒറിജിനൽ കഥയിൽ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരി വീടിൻ്റെ സിറ്റുവേഷനും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, ഞാൻ നിവിൻ്റെ കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞ് നിവിനെ നിരാശപ്പെടുത്തുകയാണ്. അങ്ങനെ നിവിൻ അവസാനം കാവേരി വരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിവിൻ തനിച്ച് നാട് വിടാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ രാഗിണിയുമായിട്ടുള്ള കല്യാണ നിശ്ചയമൊക്കെ എങ്ങനെയെങ്കിലും മുടക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിവിൻ തനിച്ച് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ കഥ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം കാവേരി വരില്ല എന്ന് പറയുമ്പോൾ കാവേരിയുടെ സിറ്റുവേഷൻ നിവിൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നിവിൻ തനിച്ച് നാട് വിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ നിവിൻ്റെ സിറ്റുവേഷൻ കാവേരിയും മനസ്സിലാക്കുന്നു. അങ്ങനെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കാവേരിയുടെ അറിവോടുകൂടി കാവേരിയോട് രാത്രി വന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് നിവിൻ നാട് വിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുള്ള സീൻസ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്തു, ആ ലവ് സ്റ്റോറി തന്നെ സ്കിപ്പ് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ നിവിൻ ഇനി നാട് വിട്ട് പോകുമ്പോൾ കാവേരിയോട് യാത്ര പറയാൻ വരുമോ ഇല്ലേന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് യമുന കയറി വരുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നിവിൻ ഇവരുടെ ആ മാനേജറോട് സംസാരിക്കുകയാണ്, എനിക്ക് നാട് വിട്ട് പോയേ മതിയാവൂ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് രാഗിണിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് കാവേരിയാണ് ഇഷ്ടം എന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇതല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല, ഇഷ്ടപ്പെടാതെ രാഗിണിയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആ മാനേജറോട് ഹെൽപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ നിവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അങ്ങനെ അയാൾ നിവിനെ മനസ്സിലാക്കുന്നു, നിവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇയാളുടെ ഹെൽപ്പോടുകൂടി വീട്ടിൽ ആരും കാണാതെ, എല്ലാവരും ഉറങ്ങിയ ശേഷം രാത്രിയിൽ ആരും കാണാതെ വീട്ടിൽ നിന്ന് നിവിൻ ഇറങ്ങി പോവാണ്. അങ്ങനെ ഒരു വിധത്തിൽ നിവിൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയ ശേഷം നമ്മുടെ ജയപാലനെ ഇടയ്ക്ക് വെച്ച് കാണുകയാണ് കേട്ടോ. ജയപാലൻ കാറിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജയപാലൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് എങ്ങോട്ടാ മരുമോനെ യാത്ര, അതും ഈ രാത്രിയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ, ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം, എവിടെ പോകണം എപ്പോൾ പോകണം എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടാണോ ഞാൻ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പം എന്നോട് ചോദിക്കണമല്ലോ, എൻ്റെ മോളുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവല്ലേ, നാളെ രാവിലെ നിങ്ങളുടെ കല്യാണ നിശ്ചയമാണ്, ഈ സമയത്ത് എങ്ങോട്ടെങ്കിലും രാത്രിയിൽ ഇറങ്ങി പോകുമ്പോൾ അത് എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ ഇങ്ങനെ ഒരു ഗുണ്ടയുടെ ടോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നിവിനും തിരിച്ച് കുറേ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മരുമോനാവാനോ നിങ്ങളുടെ മോളുടെ ഭർത്താവാകാനോ എനിക്ക് താല്പര്യമില്ല, ഈ കല്യാണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് കുറേ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ലല്ലോ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ മോൾ അവിടെ കാത്തിരിക്കുകയല്ലേ, ഈ സമയത്ത് അവളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നീ ആ കാവേരിയോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തയ്യാറല്ല എന്ന് പറയുന്നത്,
ആ കാവേരിയും അവളുടെ കുടുംബവും പിന്നീട് ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ എന്താ ഭീഷണിയാണോ, ഈ ഭീഷണിയിലൊക്കെ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചോ എന്നൊക്കെ തിരിച്ച് പറയാണ് നിവിൻ. അപ്പോൾ ജയപാലൻ വീണ്ടും പറയുന്നുണ്ട്, മോനെ ഈ ജയപാലൻ അമ്മാവനെ കുറിച്ച് നീ ഇപ്പോഴും മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എനിക്കുണ്ടാവാൻ പോകുന്ന അപമാനം തടയാൻ ഞാൻ ഏതറ്റം വരെയും പോവും. പിന്നെ അല്ലേ ഈ കാവേരിയെയും അവളുടെ കുടുംബത്തെയും കൊന്നുകളയുന്ന വിഷയം, ഇതൊന്നും ജയപാലൻ ഒരു കാര്യമേ അല്ല എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ അപ്പം തന്നെ നിവിനെ കൂട്ടിക്കൊണ്ട് പോയി കാവേരിയുടെ വീടിന്റെ പരിസരത്ത് ജയപാലന്റെ ഗുണ്ടകൾ ഇങ്ങനെ കറങ്ങി തിരിയുന്നത് കാണിച്ചു കൊടുക്കുകയാണ് നേരിട്ട്. കണ്ടില്ലേ, ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി, അവന്മാരപ്പോ കുടുംബത്തോടെ എല്ലാത്തിനെയും തീർക്കും. അത് വേണോ മോനെ? വേണ്ടെങ്കിൽ മോൻ മര്യാദയ്ക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ കല്യാണ നിശ്ചയത്തിന് നല്ല ഫ്രഷ് ആയിട്ട് ഒരുങ്ങി വരേണ്ടതാ എന്നൊക്കെ പറയുമ്പോൾ നിവിനാകെ വല്ലാതെ ആവുകയാണ് കേട്ടോ. കുറെ സംസാരിച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കാവേരിയെയോ ആ കുടുംബത്തിലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയാണ് നിവിന്. അങ്ങനെ ആകെ വിഷമിച്ച് വല്ലാതായ നിവിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കല്യാണ നിശ്ചയം നടക്കുകയാണ്. അങ്ങനെ നിവിന് മറ്റൊരു വഴിയില്ലാതെ ആ കല്യാണ നിശ്ചയത്തിനൊക്കെ നിന്ന് കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ. അതോടുകൂടി നമ്മുടെ വിനീതേട്ടൻ നിവിനെ വെറുക്കുകയാണ് കേട്ടോ. കാവേരിയെയാണ് ഇഷ്ടം, കാവേരിയെ വിവാഹം കഴിക്കുള്ളൂ, ഒരു കാരണം കൊണ്ടും കാവേരിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞവൻ ഇപ്പോൾ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനൊക്കെ നിന്നു കൊടുക്കുകയാണെന്നും പറഞ്ഞ് വിനീതേട്ടൻ വല്ലാതെ വെറുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ കഥയിൽ ലോജിക്കലായിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗംഗ ഇന്നത്തെ എപ്പിസോഡിൽ നിവിനോട് വല്ലാതെ വഴക്കിട്ടിരുന്നു. രാഗിണിയുമായിട്ട് ബൈക്കിൽ കെട്ടിപ്പിടിച്ചു പോയത് ഞാൻ കണ്ടു. ഇത്രയ്ക്ക് തരംതാണ ആളാണ് നിവിൻ എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രാഗിണിയും നിവിനും ബൈക്കിൽ കെട്ടിപ്പിടിച്ചു പോയാൽ ഈ ഗംഗയ്ക്ക് എന്താ പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത്. കാരണം കാവേരിയും നിവിനുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉള്ള കാര്യം തന്നെ ഇവർക്ക് ആർക്കും അറിയില്ല. നിവിന് കാവേരി ഇഷ്ടമാണെന്നുള്ള ഒരു ഹിൻഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ കാവേരിക്കും തിരിച്ചിഷ്ടമാണ്, ഇവർ തമ്മിൽ റിലേഷനിലാണ്, കാവേരിയെ വിവാഹം കഴിക്കാമെന്ന് നിവിൻ വാക്ക് കൊടുത്തതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ രാഗിണിയുമായിട്ട് കെട്ടിപ്പിടിച്ച് പോയതിനൊക്കെ ഗംഗ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഒരു ന്യായം ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയുള്ള സീനൊന്നും ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗംഗ എന്തിനാണ് ഇത്രയും ഇമോഷണലായി വഴക്കിടുന്നതെന്നാണ് അറിയാത്തത്. ലോജിക്കലായിട്ട് ചെറിയൊരു മിസ്റ്റേക്കാണ്. വിനീതേട്ടൻ വഴക്കിട്ടിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. കാരണം നിവിൻ അത്രയ്ക്ക് ഇതായിട്ട് വിനീതേട്ടനോട് പോയി പറഞ്ഞതാണ്, എനിക്ക് കാവേരിയെ ഇഷ്ടമാണ്, കാവേരിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, കാവേരിയെയും കാവേരിയുടെ കുടുംബത്തെ എല്ലാം ഞാൻ നോക്കും, ആരെയും കരയിപ്പിക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ കൊടുത്തതാണ്. അപ്പോൾ വിനീതേട്ടൻ ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായം ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ ഗംഗയാണ് വല്ലാതെ ദേഷ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ വിനീതേട്ടൻ ഈ കാര്യങ്ങളൊക്കെ നിവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഗംഗയോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. കൂടെ യമുന നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാന്നും അറിയില്ല. വെറുതെ ഓരോന്ന് ഊഹിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാന്നല്ലാതെ നിവിൻ ഒരിക്കൽ പോലും യമുനയോട് വന്ന് എനിക്ക് യമുനയെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിവിനേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫൂളിഷ് ക്യാരക്ടർ പോലെ യമുന സൈഡിൽ നിൽക്കുകയാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തോ യമുനയോട് അത്രയ്ക്കൊരു ദേഷ്യം തോന്നിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഗംഗ ഒരുപാട് ദേഷ്യപ്പെട്ട് നിവിനോട് സംസാരിക്കുന്നു. കാവേരി മറ്റേ സൈഡിൽ നിന്ന് നിവിനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നു. രാഗിണിയായിട്ട് കല്യാണം നടക്കാൻ പോവുകയാണെന്നൊക്കെ നാട് മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിവിനോട് സംസാരിക്കാൻ തന്നെ കാവേരി കൂട്ടാക്കുന്നില്ല. അതൊക്കെ നിവിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കൂടെ തന്നെ വിനീതേട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നിവിനെ വേദനിപ്പിക്കുന്നത് പോലെ പറയുന്നുണ്ട്. നിളമോളുടെ കാര്യമൊക്കെ ഞങ്ങളുടെ പ്രശ്നമാണ്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇത് ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്, ഞങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ഈ വിനീതേട്ടൻ്റെയും ഗംഗയുടെയും കല്യാണം നടക്കാനായിട്ട് നിവിനാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അപ്പോഴും അത് സ്വന്തം കാര്യമായിരുന്നു. പക്ഷെ ആ സ്വന്തം കാര്യം നോക്കാൻ വിനീതേട്ടൻ അപ്പം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നിവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അതെല്ലാം നടന്നത്. ഇപ്പോൾ പക്ഷെ വിനീതേട്ടൻ അതൊക്കെ മറന്നിട്ട് നിളയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിളയുടെ കാര്യമൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം, നിവിൻ അതോർത്ത് ടെൻഷൻ ആവരുത്, ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിവിനെ അവിടെ നാട്ടി ഇറക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ നിവിന് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നിവിനെ ആ എപ്പിസോഡിൽ, ഇന്നത്തെ എപ്പിസോഡിൽ നിവിനെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സോറി, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് നിവിൻ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യമുന മാത്രം, ആരും നിവിനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. യമുന മാത്രമാണ് നിവിന് ഒരു മെസ്സേജോ മറ്റോ അയക്കുന്നത്. അങ്ങനെ നിവിൻ അത് കണ്ടിട്ട് യമുനയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ യമുന ഇങ്ങനെ ഒരു സഹതാപത്തിൽ നിവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു സീനിൽ നമുക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും നിവിനെ അവോയ്ഡ് ചെയ്തൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത് ആകെ യമുന മാത്രമാണ്. യമുന എന്തോ നിവിനെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു എപ്പിസോഡിൽ യമുനയെ അത്രയ്ക്കൊരു ദേഷ്യം തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.